ഹലോ, ഒരു അടിപൊളി തട്ടുകടയിൽ പോയി ഫുഡ് കഴിച്ചാലോ? ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അത് തുടങ്ങാൻ പോകുന്നുള്ളൂ കേട്ടോ. ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആ ചേട്ടൻ വന്നു, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കേട്ടോ. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൂർക്കയും ബീഫും ആണ്. കൊള്ളിയും ബീഫും ചിക്കനും അതുപോലെ തന്നെ തട്ടുദോശയും എല്ലാ വെറൈറ്റിയും അവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് അവിടുത്തെ ഫസ്റ്റത്തെ കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നെയാണ് കേട്ടോ. ബീഫും കൂർക്കയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൊള്ളിയും കൂടെ പറഞ്ഞു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ചെയ്തു തരും കേട്ടോ. അതാണ് അവിടുത്തെ പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ പറഞ്ഞു കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ ചൂടാക്കി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ചമ്മന്തിയോ 2 ചമ്മന്തിയൊക്കെ ഉണ്ടാവുക. ഇവിടെ സ്പെഷ്യലായിട്ട് 4 തരം ചമ്മന്തി ഉണ്ട് കേട്ടോ. അതും വെറൈറ്റി ചമ്മന്തി. ഒരു രക്ഷയില്ല. ആ ചമ്മന്തി കൂട്ടി പിടിച്ചാണ്ടല്ലോ, പറയാല്ല കേട്ടോ. പിന്നെ അത് അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ സലാഡ് ഉണ്ടല്ലോ, നമ്മൾ ബിരിയാണിക്കും ചോറിക്കൊക്കെ യൂസ് ചെയ്യുന്ന സലാഡ്, അതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ വരുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇതാണോ എന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഈ സലാഡിന് ഒക്കില്ല കേട്ടോ വേറെ ഒരു സലാഡും. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട കേട്ടോ. അവിടെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അവിടെ നിന്ന് വാങ്ങുന്നതെന്ന് അവർ പറഞ്ഞു കേട്ടോ. നമുക്കത് നേരിട്ട് കാണാനും പറ്റും. അങ്ങനെ കാത്തിരുന്ന ഫുഡ് വന്നു, വേഗം തന്നെ കഴിക്കൽ തുടങ്ങി കേട്ടോ. ചമ്മന്തി കണ്ടപ്പോൾ വായിൽ വെള്ളം വന്നു. ഇനി ഇത് എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ? രാധേട്ടൻ്റെ തട്ടുകട കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നാക്കോല റൂട്ട്, ആ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ വഴി പോകുന്നവർ ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ.